ഓരോ വാർത്തകൾ സൃഷ്ടിച്ച് ആ വാർത്തയ്ക്കുള്ളിലെ മാധ്യമ അജണ്ടകളെക്കുറിച്ച് പാർട്ടി വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു. ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ടപ്പോഴാണ് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചില പ്രത്യേക താല്പര്യവും ചില പ്രത്യേക ഉദ്ദേശത്തോടു കൂടിയുള്ള ഇമ്പാക്റ്റ് വാർത്തകൾ, അതായത് ഏഷ്യാനെറ്റ് ന്യൂസ് വാർത്ത കൊടുത്തതുകൊണ്ട് അത് സംഭവിച്ചു എന്ന രീതിയിലുള്ള പ്രചരണത്തിന് വേണ്ടിയുള്ള പല വാർത്താ കഥകളും ആ കഥകൾക്കൊപ്പം സഞ്ചരിക്കുന്നതല്ല ഇടതുപക്ഷമെന്ന് വളരെ കൃത്യമായും വ്യക്തമായും മാപ്ര കോലിന് മുന്നിൽ പറഞ്ഞു വെച്ചു. നിങ്ങൾക്ക് കുറേ ആളുകൾക്കും മാധ്യമങ്ങൾക്കും നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്തയനുസരിച്ച് പാർട്ടിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും നീങ്ങുക. അങ്ങനെ നീങ്ങുന്നില്ല എങ്കിൽ എന്തോ വലിയ അപകടമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾ തന്നെ സ്വയം സൃഷ്ടിക്കുക. അതിൻ്റെ മേലെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക. അമ്മാതിരി കേൾക്ക് ഇനി അമ്മാതിരിയുള്ള ചർച്ചക്കൊന്നും ഞങ്ങൾ വരേണ്ട യാതൊരു കാര്യമില്ല. അല്ല, PV അൻവർ ശശിക്കെതിരായിട്ട് ഓരോ ആരോപണവും ഇന്നേ വരെ എഴുതി പാർട്ടിയുടെ മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല. ഒരു പ്രതിസന്ധിയില്ല. നിങ്ങൾക്കല്ലേ പ്രതിസന്ധി നിങ്ങൾ സൃഷ്ടിച്ച വാർത്തക്ക് അനുകൂലമായ തീരുമാനം വരുന്നില്ല എന്നുള്ള പ്രതിസന്ധിയാണ്. ഒന്ന് വ്യക്താകട്ടെ. നിങ്ങളിങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഈ പ്രതിസന്ധി. ആർക്കാ പ്രതിസന്ധി? നിങ്ങളൊരു വാർത്ത ഉണ്ടാക്കുക, മാധ്യമ ശൃംഖലയിലെ ചില ആളുകൾ ഒരു വാർത്ത ഉണ്ടാക്കുക, ആ വാർത്ത രാജ്യത്തിൻ്റെ ഭാഗമായിട്ട് പ്രചരിപ്പിച്ച വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ല. നിങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയും ഗവൺമെൻറ് തീരുമാനവും തമ്മിൽ യോജിപ്പില്ലാതെ എല്ലാ നിങ്ങൾ തീരുമാനിച്ച വാർത്തയും പ്രതിസന്ധി പാർട്ടിയെയും ഗവൺമെൻറ്റിനെയും സൃഷ്ടിക്കുന്നുവെന്ന് നിങ്ങൾ സ്വയം തന്നെ പ്രഖ്യാപിക്കുക. അത് കേൾക്ക് പറഞ്ഞിട്ട് തീർന്നിട്ടില്ല മതിയല്ലോ, പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞില്ല, ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ പ്രതിസന്ധി എന്ന് പറയുന്നത് നിങ്ങൾക്കാണ് പ്രതിസന്ധി. ആർക്ക്? കള്ള വാർത്ത സൃഷ്ടിക്കുകയും അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വാർത്ത ഉണ്ടാക്കുകയും ആ വാർത്തക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഗവൺമെൻറ് നീങ്ങുകയും ചെയ്യാതിരിക്കുന്ന പ്രതിസന്ധി നിങ്ങൾക്കാണ്. ഗവൺമെൻറ്റിന് പ്രതിസന്ധിയില്ല, പാർട്ടിക്കും പ്രതിസന്ധിയില്ല. അതുകൂടി വ്യക്തമാക്കിയില്ലെങ്കിൽ പിന്നെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവരും നിങ്ങളുടെ എല്ലാം പദപ്രയോഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദമാണ് ഈ പ്രതിസന്ധി എന്നുള്ള പ്രയോഗം. ഇത്രയും കൃത്യമായിട്ട് കേരളത്തിലെ വാർത്താ സൃഷ്ടികളും അതിൻ്റെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ചും ഈ അടുത്ത കാലത്തൊന്നും പാർട്ടി സെക്രട്ടറി മറുപടി പറഞ്ഞ് കേട്ടിട്ടില്ല. വളരെ കൃത്യമായി കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒരു വാർത്ത പ്രതിപക്ഷത്തിൻ്റെയൊക്കെ പിന്തുണയോടുകൂടി മാധ്യമങ്ങളിലൂടെ സൃഷ്ടിക്കപ്പെട്ടതിന് പിന്നാലെ അതിലെ ഓരോ ക്യാരക്ടർ റോൾ VD സതീശൻ, K സുധാകരൻ, K സുരേന്ദ്രൻ, അങ്ങനെ പലരുടെയും വാക്കുകളിലൂടെ ഈ വാർത്തയെ വലുതാക്കി സംഭവമാക്കി ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം സർക്കാർ സംവിധാനങ്ങളെ മാധ്യമങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ അവർ പുറത്തുനിന്ന് വാർത്താ പ്രേരണ ഉണ്ടാക്കുന്നുണ്ട്. വാർത്താ പ്രേരണ മീൻസ് വാർത്ത കൊടുക്കുക എന്ന് പറഞ്ഞാൽ പലതരം ആൾക്കാരെ വിളിച്ചിട്ട് നേരത്തെ പറഞ്ഞതുപോലെ പലതരം വാനര നിരീക്ഷകന്മാരെയൊക്കെ വിളിച്ചതിന് ശേഷം ഞെട്ടിപ്പിക്കുന്ന അതിനിർണായക അതിഗുരുതര തുടങ്ങിയ വാക്കുകൾ അതിൻ്റെ ഇടയിലോട്ട് കയറ്റി ഇതിനെ എന്തോ സംഭവവികാസമാക്കി മാറ്റുകയാണ്. കണ്ടുകൊണ്ടിരിക്കുന്നവർ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന തോന്നലുണ്ടാക്കുകയാണ്. അങ്ങനെ ആൾക്കാർക്കിടയിൽ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഉദ്യോഗഭരിതമായ നിമിഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇവർ നടത്തുന്ന പ്രവർത്തനങ്ങളെ പാർട്ടി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ താളത്തിനനുസരിച്ച് തുള്ളാൻ തൽക്കാലം സൗകര്യമില്ല എന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു വയ്ക്കുമ്പോൾ വാർത്താ മൊത്തക്കച്ചവടക്കാരാണ് അടപടലം തേഞ്ഞിരിക്കുന്നത്. കാര്യം നമ്മൾ ഒളിച്ചു കടത്തിക്കൊണ്ടിരുന്ന ആ കാര്യം കൈയോടെ പിടിക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്തരം വാർത്താ രീതികളോട് തൽക്കാലം ഇടതുപക്ഷത്തിന് പ്രതികരിക്കാനോ സർക്കാരിന് അതിനൊത്ത് തുള്ളാനോ സൗകര്യമില്ലെന്ന് പറഞ്ഞു വയ്ക്കുമ്പോൾ മാധ്യമങ്ങൾ സൃഷ്ടിച്ച അജണ്ട പൊളിഞ്ഞ് പാളീസാകുന്ന കാഴ്ചയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളിലൂടെ കേൾക്കാനായത്.